ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചല്ലോ. കേന്ദ്ര ബജറ്റാണ്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്നെന്താ ആഴ്ച? ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതൊരു വ്യത്യാസം ഉണ്ടല്ലേ. ഇതാദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് രണ്ടാം തവണയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഞായറാഴ്ച പ്രവർത്തിക്കുന്നത്. സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞായറാഴ്ച പ്രവർത്തിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനമന്ത്രി ഇന്ന് വന്നത് തന്നെ നമ്മുടെ തനതായ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കാഞ്ചീവരം സാരി ഉടുത്തുകൊണ്ടാണ് ധനമന്ത്രി വന്നത്. ധനമന്ത്രി എല്ലാ വർഷവും വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കൈത്തറി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത്. ഈ കൈത്തറി അതുപോലുള്ള പട്ട് സാരി ഈ പറയുന്നത് ധരിച്ചുകൊണ്ടാണ് വന്നത്. അതിൽ തനതായിട്ടുള്ള നമ്മുടെ പൈതൃകത്തെ കൂടി എടുത്തു കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിൽ ഇക്കത്ത്, ബൊംകായ്, മധുബാനി തുടങ്ങിയവയൊക്കെ അപ്പം നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു അവതരണത്തിന് എത്തുന്നത് തന്നെ ഭാരതത്തിൻ്റെ ഒരു ഉയർച്ചയെ കാണിച്ചുകൊണ്ട്, നമ്മുടെ ഒരു പൈതൃകത്തെ ഉയർത്തിക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ അതൊരു വ്യവസായമാണ് കേട്ടോ. അപ്പോൾ അതിനെ കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് ധനമന്ത്രി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, പ്രസിഡന്റിനെ കണ്ടിട്ടാണ് നേരെ പാർലമെന്റിലേക്ക് വരുന്നത്. അപ്പോൾ 9ാം ബജറ്റ് കൂടിയാണ്, ധനമന്ത്രിയുടെ 9ാം ബജറ്റാണ് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ 8 തവണയും വൻ വിജയമായിരുന്നു നമ്മുടെ ബജറ്റുകൾ. കൃത്യമായ ക്രാന്ത ദർശനത്തോടു കൂടിയാണ് ഈ പറയുന്ന ബജറ്റിനെ നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു സൗത്ത് ഇന്ത്യൻ വനിത ധനമന്ത്രിയാകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ദക്ഷിണേന്ത്യൻ വനിതയാണ് എന്നുള്ളത്. ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പരിശോധിക്കണം. അദ്ദേഹം ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല. അച്ഛൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. ട്രിച്ചിയിലാണ് BA പഠിച്ചത്, MA പഠിക്കുന്ന എക്കണോമിക്സ് പഠിക്കുന്നത് JNUവിലാണ്. അപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ഒരു വിദഗ്ധ കൂടിയാണ് നമ്മുടെ ധനമന്ത്രി എന്നുള്ളത് കൂടി അറിയണം. അങ്ങനെ വലിയ ദീർഘവീക്ഷണങ്ങൾ നമുക്കറിയാം. ഓഖി നടന്നപ്പോൾ, കേരളത്തിൽ ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിൽ വന്ന് ജനങ്ങളോട് ഇടപെട്ടതും സംസാരിച്ചതും എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും 9ാം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിസ്സാരക്കാരിയല്ല. കാരണം നമ്മുടെ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ ഇന്ത്യക്ക്. സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാബിനറ്റിൻ്റെ ഒരു കോർ, അത് പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാ ദിവസവും കൂടുന്നതാണ്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനമന്ത്രി, പ്രതിരോധ മന്ത്രി, ഈ 5 പേര് ഒരുമിച്ചിരുന്നിട്ട് ഒരു മീറ്റിംഗ് കൂടും. എല്ലാ ദിവസവും കൂടുന്നതാണ്. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടെങ്കിൽ NSA മിക്കവാറും കാണും, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും മിക്കവാറും കാണും. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ വരുന്ന പ്രധാനപ്പെട്ട 5 മന്ത്രിമാരിൽ ഒരാളാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നതുകൂടി ഓർക്കണം. അത്രയും പവർഫുള്ളാണ്. പ്രതിരോധ മന്ത്രി കൂടി ആയിരുന്നു എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇനി ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ധനമന്ത്രിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രഹസന ബഡ്ജറ്റല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല, അത് പ്രഹസന ബഡ്ജറ്റാണ്. പ്രഹസന ബഡ്ജറ്റ് എന്ന് പറയാം നമുക്ക്. കാരണം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് പ്രൊട്ടക്ഷൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് നമുക്ക് പ്രാസോപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് അല്ല. ജനക്ഷേമം എന്ന് വെറുതെ പറയുന്നതല്ലാതെ കടം വരുത്തി വെച്ചുകൊണ്ടിരിക്കുക, കടം വാങ്ങിച്ച് വിത്തെടുത്ത് ഉണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ധനമന്ത്രി കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, മികച്ച കാര്യങ്ങൾ. അതായത് ഭാരതത്തിൻ്റെ ഈ ബജറ്റിലും ഊന്നിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് വലിയ തോതിലുള്ള ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്നാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടെ മാത്രമേ രാഷ്ട്ര പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന അടിസ്ഥാന തത്വം, ആ തത്വം ധനമന്ത്രി ഇക്കുറിയും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള 20 ജലപാതകൾ വരുന്നുണ്ട് രാജ്യത്ത്. പുതിയതായിട്ട് ദേശീയ ജലപാത വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽ സംവിധാനങ്ങൾ വരുന്നുണ്ട്. 7 അതിവേഗ റെയിൽ സംവിധാനങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിവേഗ റെയിൽ ഇടനാഴി 7 എണ്ണം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമില്ല. അതിൽ നിന്ന് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. പിന്നെ ലോക മാർക്കറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു നയം, അതായത് ആഗോള മാർക്കറ്റിലേക്ക് ഇന്ത്യ എങ്ങനെ കടന്നു ചെല്ലും എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ധനമന്ത്രി ഇവിടെ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൈ എൻഡ് അഗ്രികൾച്ചറൽ ക്രോപ്സ്, അതായത് വലിയ ഉൽപ്പന്നങ്ങൾ. നമ്മളിപ്പോൾ ഈ തുർക്കിയിൽ നിന്നൊക്കെ ആപ്പിൾ വരാറുണ്ട്, അമേരിക്കയിൽ നിന്ന് കാലിഫോർണിയൻ ആപ്പിൾ വരാറുണ്ട്. അതുപോലെ ആഗോള മാർക്കറ്റുകളിൽ ഫ്രാൻസിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വൈനുകളൊക്കെ ഇല്ല, അതുപോലെ ഗ്രേപ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ആൽമണ്ട്, ഇതുപോലുള്ള വിദേശത്ത് നിന്ന് വരുന്ന
ഹൈ എൻഡ് ക്രോപ്പ്, വില കൂടിയ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന വസ്തുക്കളെല്ലാം, അതെല്ലാം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വമ്പൻ പദ്ധതി കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാര്യമായിരുന്ന ഒന്നാണ് ചന്ദനം എന്ന് പറയുന്നത്. ചന്ദനം, ഇന്ത്യൻ സാൻഡൽ. അപ്പോൾ ഇന്ത്യൻ സാൻഡലിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ നമ്മുടെ ഇവിടെയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, ചന്ദനം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് സർക്കാർ ഒന്ന് മുറിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയും. അപ്പോൾ ഇന്ത്യൻ സാൻഡൽ എന്ന് പറയുന്നത് വലിയ തോതിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നാളികേരം, ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരാവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ്. മൂന്നാമത് മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് സ്പോട്ടുകൾ, ഹെറിറ്റേജ് സെൻറ്ററുകൾ, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന പദ്ധതിയും ഇതിനകത്ത് ധനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മൂന്നാമത് വേറൊരു കാര്യം പറയുള്ളതെന്ന് പറഞ്ഞാൽ കേരളം, ഒറീസ, തമിഴ്നാട് ഈ മേഖലയിൽ കേരളത്തിനൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കുന്നുണ്ട്. കേരളത്തിനൊന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ എം പിമാരുടെ കഴിവുകേടാണ്. കേരളത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ തരും, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് അതിനെ ഈ നിലയിലേക്ക് കൊണ്ടുവരാം എന്ന് പറയാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ല, പകരം വേറെ കാര്യം ചോദിക്കുന്നുണ്ട്, വീണ്ടും 1000 കോടി കടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പകരം എന്താണ്, ഞങ്ങൾക്ക് ഇന്നതെല്ലാം ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് ഇന്ന ഫണ്ടുകൾ തരൂ, ഇന്ന പദ്ധതികൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കും, ഞങ്ങൾ ഇന്ന പദ്ധതികൾ ഈ രീതിയിൽ മനോഹരമാക്കി ചെയ്യാം എന്നല്ലല്ലോ പറയുന്നത്. ഇവിടെ വന്ന് നിന്നിട്ട് നിരന്തരമായിട്ട് കേന്ദ്രത്തെയും നരേന്ദ്രമോദിയെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇവിടുത്തെ എം പിമാർക്ക് വല്ലതും കിട്ടുമോ? പക്ഷെ ഇവര് ഈ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഒരു കാര്യം തിരിച്ച് കണക്ക് സഹിതം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുമില്ല. അതെ അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നിടത്ത് ഇവർ കാണാത്തതാണ്. കേരളം, ഒറീസ, തമിഴ്നാടിൻ്റെ ഈ മേഖലകളിൽ ഒരു അപൂർവ ധാതുക്കൾ, അതായത് റെയറത്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഖനനം ചെയ്തെടുക്കുക. നമ്മുടെ ഇവിടെ കേരള തീരത്ത് കരിമണലുണ്ട്, തോറിയമൊക്കെ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമോദ്യോഗ ഭവൻ, ഇതിനെ വിപുലീകരിക്കുന്നതിനും അതിനെ പദ്ധതി വിശാലമായി നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കോറായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രധാനമന്ത്രി ഗതിശക്തി കോറിഡോർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 7 ഈ പറയുന്ന കോറിഡോറുകൾ വെച്ചിട്ട് റെയിൽ ഇടനാഴി കൊണ്ടുവന്നിട്ടുള്ള ഗതിശക്തി കോറിഡോർ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോറുകളാണ് ഇതെല്ലാം. ഇതൊക്കെ വൻ മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത്. ഇത് ഭാരമേറിയ തീവണ്ടികൾ എന്ന് പറഞ്ഞാൽ ചരക്ക് ഗതാഗതത്തിനൊക്കെ വലിയ മികച്ച മാറ്റം ഉണ്ടാകും. ഈ ചൈന എങ്ങനെയാണ് മുന്നേറിയത്? ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതോടുകൂടിയാണ്. നോക്കുമ്പോൾ സൗകര്യങ്ങളുണ്ട്, ഒന്നുമില്ലാതെ കാളവണ്ടി മാത്രം ഓടുന്നിടത്തേക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമോ? അപ്പം നല്ല റോഡുകൾ വേണം, നല്ല പോർട്ടുകൾ വേണം, നല്ല റെയിൽ സംവിധാനങ്ങൾ വേണം. ഇതൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ഓക്കെ, ഇവിടെ ഇതെല്ലാം ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട്, ലേബറും ഉണ്ട്, നമ്മളിവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കേന്ദ്രം എല്ലാം ചെയ്തു കൊടുക്കുന്നതിനെ വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. പിന്നെ കിഫ്ബി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുച്ചൂട് മുടിക്കാൻ പോകുന്ന ഒരു ഈ പറയുന്ന ഒരു കടമെടുപ്പിനുള്ള ഒരു സ്ഥാപനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതായത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ വെച്ചിട്ടുള്ള 2 ശാസ്ത്രങ്ങളിലൊന്നാണ് ആയുർവേദവും മറ്റൊന്ന് യോഗയും. ഇന്ത്യയുടെ സമ്പത്താണിത്. യോഗ ലോകം മൊത്തം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ആയുർവേദവും ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു വലിയ സമ്പത്തായി കണ്ട് ലോകം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി ഒരു പുതിയ സ്ഥാപനമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹൈ സ്പീഡ് കാർ, അതായത് ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന പദ്ധതികളാണ് ഇതെല്ലാം എന്നുള്ളത്. ഇപ്പോൾ ഹൈ സ്പീഡ് കാർ, ഇപ്പോൾ ഡ്യുക്കാറ്റി എന്ന് പറയുന്ന കാർ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്, ക്രിയേറ്റീവായിട്ട് നമ്മുടെ എഞ്ചിനീയർമാരെയൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു ഉന്നത സെൻറ്ററായിട്ട് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അത് നോർത്ത് ഈസ്റ്റ് മേഖലയിലാണ് കൊണ്ടുവരുന്നത്, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരുപാടുണ്ട്, രാജ്യത്തിന് മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന പദ്ധതികളാണ്. സ്പോർട്സ്, സയൻസ്, ടെക്നോളജിയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടൊരു മിഷൻ തയ്യാറാക്കുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ്, സയൻസ്, ടെക്നോളജി ഇത് 3 ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ അത് വലിയ നിസ്സാര കാര്യമല്ല, വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൂടുതൽ അതായത് നമ്മൾ ബജറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബജറ്റ് 1 മണിക്കൂർ 26 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ. ബജറ്റ് പൂർണ്ണമായിട്ടും വായിച്ചാൽ മാത്രമേ, അത് എക്കണോമിക് സർവേയും കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ ബജറ്റ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് വരും സമയങ്ങളിൽ നമുക്ക് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇത്രയുമാണ് എന്തായാലും ബജറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ചുരുക്കി പറയാൻ കഴിയും. അപ്പോൾ എക്കണോമിക് സർവേ 2 ദിവസം മുമ്പ് വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നുണ്ടല്ലോ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇത്രയും സംസ്ഥാനങ്ങളിൽ വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. അതായത് മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് വിറ്റ് കഴിഞ്ഞാൽ ഫിഷർമാൻ ആ മുഴുവൻ പൈസ കിട്ടും, അവൻ ടാക്സ് ഒന്നും അടയ്ക്കണ്ട. അതായത് ബോട്ടുകളിൽ പോയിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തി പിടിച്ചുകൊണ്ട് വരുന്ന മീനുകൾക്ക് ടാക്സ് ഇല്ല. അത് മാത്രവുമല്ല, ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ വാട്ടറിൽ പോയി മീൻ പിടിക്കുന്ന മെക്കനൈസ്ഡ് ബോട്ടുകളിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ആ മെക്കനൈസ്ഡ് ബോട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇത് പുറം കടലിൽ വെച്ച് തന്നെ മറ്റ് രാജ്യത്തെ വെസലുകൾക്കൊക്കെ വിൽക്കുന്ന പരിപാടിയുണ്ട്. ആ വിൽക്കുന്നതിന് ഡ്യൂട്ടി ഇല്ല, അത് എക്സ്പോർട്ടായിട്ട് കണക്കാക്കുകയും ചെയ്യും. അതിൻ്റെ കണക്ക് കൊടുത്താൽ മാത്രം മതി, ആ പണം ഫിഷർമാൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി ഇല്ലാതെ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഇവരുടെ കയ്യിലേക്ക് പണം വരും. അവിടെ ടാക്സ് വെട്ടിപ്പ് കുറയും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, ആൾക്കാർക്ക് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിന് കിട്ടുന്നുണ്ട്. കേരളത്തിന് എല്ലാം കൂടെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. സ്പൂൺ ഫീഡ് ചെയ്യണമെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്യാനുള്ള പരിതസ്ഥിതി ഉണ്ടാക്കണം നമ്മൾ. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. ഇവിടെ എന്തൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം വരുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആണ് നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ജനക്ഷേമം, എല്ലാവർക്കും എല്ലാം, യുവജനക്ഷേമം, ഇത് മൂന്നുമായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. കേരളത്തിലുള്ളവർ ഈ വിടുവായൻ തവളകൾ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് നേടിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി നമ്മുടെ MP-മാർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. കേരളത്തിൽ പക്ഷേ നിർഭാഗ്യവശാൽ 19 MP സീറ്റും ഒരു MP-യുമാണ് ഉള്ളത്. അത് സുരേഷ് ഗോപി മാത്രമാണ് ഒരു MP ഉള്ളത്. ആ സുരേഷ് ഗോപി പരമാവധി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ബാക്കി 19 പേരും അവരൊക്കെ MP-മാരാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഒരു MP-യേ ഉള്ളൂ എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഏതായാലും ശരി തന്നെ, നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വെച്ച ബജറ്റ് ഇന്ത്യയുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം 7% വളർച്ചയിലേക്ക് ഇന്ത്യയെ എത്തിച്ച ധനമന്ത്രിയാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. സർവ്വതും നശിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇത്രയും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്നുള്ളത് നിസാര കാര്യമല്ല. ഇന്ത്യയുടെ കുതിപ്പാണ് മുന്നിൽ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനകത്തേക്ക് പ്രവേശിക്കും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ബെൽ ഐക്കൺ അമർത്തിയാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. വീഡിയോകളിൽ ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.